ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സഫാസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ചെള്ളി മാങ്ങനെയും കറി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഒരു 4 മാങ്ങ എടുത്തിട്ടുണ്ട്, അത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും, ഒരുപാട് മുളക് പൊടി ഇടരുത് കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ചെറിയ ഉള്ളിയും മാത്രം, അത് മാത്രം ഇട്ടാൽ മതി. പിന്നെ അതാ കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഞങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ ഇതൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, ഒരുപാട് തിളക്കണ്ട കേട്ടോ തേങ്ങ ചേർത്താൽ. അപ്പോൾ ഈ തിളച്ച് വന്ന ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ കുത്തി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീനില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ സാറേ പിന്നെ ചുറ്റുള്ളൊന്നും കാണില്ല, ഭയങ്കര ടേസ്റ്റാട്ടോ ഈ കറി കൂട്ടിയിട്ട് ചോറുന്ന. വേറെ ഒന്നും വേണ്ട. എൻ്റെ വായത്തന്നെ വെള്ളം വന്നു ഞാനിത് പറയുമ്പോൾ. അപ്പോൾ ഉണ്ടാക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ കുറച്ച് നേരം ഇത് ഇങ്ങനെ അടച്ചു വെക്കണം കേട്ടോ, കാരണം ആ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ കറിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഞാൻ കടുകും കൂടി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ഒന്ന് ഉണ്ടാക്കി വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.